വെൽക്കം ടു ഇലക്ട്രിക്കൽ എൻജോസ് ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതായത് കേരള പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കാണാം. ഓക്കെ. അപ്പം അതിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് അല്ലെ. അപ്പം ഈ ഒരു ഇലക്ട്രോണിക്സ് എന്നുള്ളത് ഇലക്ട്രിക്കൽ ആർക്കും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പം അതിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഒരു ആൻസർ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അത് നമുക്ക് എന്ത് കറക്റ്റ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരണം, എന്നാലും മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം അത് ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ വേണ്ടി പറ്റുമോ എന്നുള്ള അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അത് കൂടാണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു, അതേപോലെ എത്ര പേര് അവർ അഡ്വൈസ് പോയിട്ടുണ്ട്, ഓക്കെ, അതേപോലെ റാങ്ക് ലിസ്റ്റ് എത്ര പേര് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ഗസറ്റ് ഡേറ്റ് 2013 വന്ന നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 വന്ന നോട്ടിഫിക്കേഷൻ ആണ് 2013. അപ്പോ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 506/2013. 506/2013 ആ കാറ്റഗറി നമ്പർ. പോസ്റ്റ് നെയിം ഓഫ് ദി പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് പബ്ലിക് സോഴ്സ് PWDയിലേക്കാണ് വിളിച്ചിരുന്നത്. ആ ഒരു സമയത്തുള്ള സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 27,740 തൊട്ട് 36,740 വരെ ഒരു വേക്കൻസി ആണ് അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഞാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. 19 തൊട്ട് 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ഏജ് റിലാക്സേഷൻ. ഇനിയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്താ ക്വാളിഫിക്കേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, എന്തായിരുന്നു? ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. ഇതിൽ ചിലപ്പം ചേഞ്ചസ് വരാം. അതേപോലെ ഡിഗ്രി ഇൻ ഡിപ്ലോമ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒന്നുമില്ല. ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഡിപ്ലോമ എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് ആയതുകൊണ്ട് നമുക്ക് അവിടെ ചെറിയ ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഇങ്ങനെയുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഇതിൽ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആസ് പെർ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ. ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് വിചാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, ഇനി അത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നേടി പറ്റുന്നുണ്ടാവുള്ളൂ. അത് ക്ലിയർ ആക്കി തരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നോട്ടിഫിക്കേഷൻ മെയ് മാസം ഫസ്റ്റ് വീക്കിന് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊരു ഒന്നിനെ ക്ലിയർ ആയി. അതേപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് അവസാനിച്ചേക്കുന്നത്? 5/8/2021 അവസാനിച്ചു. അതായത് 2013 വന്ന നോട്ടിഫിക്കേഷന്റെ 2018 അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 5/8/2021 എന്താ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി തീർന്നു. 2021 നോട്ടിഫിക്കേഷന്റെ സോറി റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കഴിഞ്ഞാണ്. 2022, 2023, 2024 അല്ലെ, മൂന്നാമത്തെ വർഷം വേണ്ടി പോവുകയാണ്. ആ ഒരു സമയത്താണ് ഞാൻ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. അപ്പൊ അത്യാവശ്യം വേക്കൻസി ഉണ്ടാവുന്നില്ലേ നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം എത്രയായിരുന്നു കട്ട് ഓഫ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് 2013 ഡിസംബറിലാണ് എന്ത് വന്നിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അല്ലെ. 2013 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം എപ്പോഴാണ്? 2017 ഏപ്രിൽ എക്സാം നടന്നു അല്ലെ. 2017 ഏപ്രിൽ എന്തായി എക്സാം നടന്നു. അത് കഴിഞ്ഞ് 2017 നവംബറിൽ തന്നെ എന്ത് അതിന്റെ ഷോർട്ട് ലിസ്റ്റും വന്നു. ഓക്കെ, അപ്പോ ഷോർട്ട് ലിസ്റ്റ് പ്രകാരം എത്രയായിരുന്നു കട്ട് ഓഫ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 38.67 മാർക്കായിരുന്നു ആ ഒരു സമയത്തുള്ള കട്ട് ഓഫ്. ആ സമയത്തായിരുന്നു എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 38.67 മാർക്കാണ് എക്സാമിന് നടന്ന കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 38.67. അത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വന്നിരിക്കുന്നത്? 2018 മെയ്യിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഡേറ്റ്. ഓക്കെ, 2018 മെയ്യില് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ ഇതില് എത്ര പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നും അതേപോലെ ഇനി എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നില്ലായിരുന്നു നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പം അതില് ടോപ്പ് മാർക്ക് വെച്ചാൽ 55.33 ടോപ്പ് മാർക്ക് കിട്ടിയേക്കുന്നത്. 55.33. ഓക്കെ, അപ്പം അതിൽ എത്ര പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ 60 പേരാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെയിൻ ലിസ്റ്റിൽ അവർ 60 പേരെയാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് സപ്ലിമെന്ററി ലിസ്റ്റും എല്ലാം ഉണ്ട്. അപ്പം ഇനിയിപ്പം ഇതില് എത്ര എത്ര അഡ്വൈസസ് പോയിട്ടുണ്ടെന്നില്ലേ നമുക്ക് നോക്കണം അല്ലെ. ഓക്കെ, അഡ്വൈസിന്റെ കാര്യം നോക്കിയതാ. കഴിഞ്ഞ പ്രാവശ്യം 9 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, കമ്പാരിറ്റീവ്ലി ലെസ് നമ്പേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ PWDയിലേക്ക് 9 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഇപ്രാവശ്യം PWDയിൽ അത്യാവശ്യം വേക്കൻസി ഒക്കെ ഉണ്ടാവുന്നതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഓക്കെ, എന്തായാലും
അതൊരു 20ന്റെ ഒക്കെ റേഞ്ച് എന്തായാലും എത്തുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 20 കൂടുതൽ പോകുന്നില്ല അറിയില്ല. 20 റേഞ്ചിലൊക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ ഓക്കെ, 2019 ലാസ്റ്റ് ഡേയ്സ് പോയെന്നാണ് പറയുന്നത്. ഇത് ഡാറ്റ എൻട്രി ആവേണ്ടി വിട്ടുപോയതാണോ അറിയില്ല. 2021 സോറി, പിന്നെ അത് 2021 റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി കഴിഞ്ഞേക്കുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ 7 പേരും, ഈഴവയിൽ 3 പേരും, എസ് സി 45 പേരും, മാപ്പിള മുസ്ലിം 17 പേരൊക്കെയാണ് ഇത് അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ, എൽ സി സപ്ലിമെന്റേഷൻ പോയിട്ടുണ്ട്, ഒ ബി സി അപ് ടു ഒ സി വരെ തന്നെ പോയിട്ടുള്ളത്. പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിൽ ഒരു വേക്കൻസി ഒന്ന് വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. അതായത് ആസ് പെർ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ, ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ ഫൈൻഡ് അപ്പ് ചെയ്യാം. അതേപോലെ ഇതിലിപ്പം ഡിപ്ലോമ എന്നൊക്കെ പറയുന്നുണ്ട്, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, അതേപോലെ MSc ഫിസിക്സ് ഓർ അപ്ലൈഡ് ഫിസിക്സ് വിത്ത് വയർലെസ് ആസ് എ സ്പെഷ്യൽ സബ്ജക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണില്ല, അതിന്റെ കറക്റ്റും വല്ല അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളാരും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ്. ഓക്കെ, താങ്ക് യു.